ഹായ് അസ്സാം വലൈക്കും. അങ്ങനെ ഗൈസ് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാട്ടിലെത്തിയപാട് ഞാൻ അന്വേഷിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ എന്തായിട്ടുണ്ടാവും പറയല്ലേ, എന്തായിട്ടുണ്ടാവും വണ്ടി. അപ്പോൾ നമ്മളെ ഇക്കയുടെ ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം എങ്ങനെയാണ്, എന്തെല്ലാം ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷമീറിക്കാനോട്. അപ്പോൾ എല്ലാം ഓൾ സെറ്റ് ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷംന ഇങ്ങോട്ട്. അസ്സലാമലൈക്കും. മാഷാ അല്ലാ, ഷമീറിക്ക പറഞ്ഞതിനാട്ടിയും ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഭയങ്കര എങ്ങനെയുണ്ട് ഷൈല? സെറ്റ് അല്ല മഴ വന്ന് ഭയങ്കര സന്തോഷാണ്. കാരണം എന്താ വെച്ചാല് വണ്ടി ഒരു രക്ഷയില്ല, അടിപൊളിയാക്കിയിട്ടുണ്ട്. इतना अच्छा बनाया मेरा गाड़ी. हाँ सच्ची में अगर मैं फ्रंट ही से बिल्ड ഒരു ഷമീരിക്ക, ഞാൻ ഷമീരിക്ക് ഒന്നാമത്തെ ഇടയില്ല, ഞാൻ ഷമീരിക്ക കോൾ ചെയ്യും. ഓക്കെ, अभी ഷമീരിക്ക കോൾ करना आपका बॉस को. हेलो ഷമീരിക്ക, ഒരു രക്ഷയില്ല, സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല. അടിപൊളി 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 അടിപൊളി. എങ്ങനെയുണ്ട്? ഇവിടെ വന്ന ആൾക്കാരും എല്ലാവർക്കും, അതിലൊക്കെ വന്ന എന്റെ വൈഫിനാട്ടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ മെയിൻ ഗ്രില്ല് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഗ്രില്ല്, പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ ഓനും ഉണ്ട്, തിരിഞ്ഞാച്ച ആളും ഉണ്ട് ഇവിടെ. നമ്മളെ എല്ലാവർക്കും നമ്മള് ഭാई में ഞാൻ പറഞ്ഞു भाई एक नंबर बनाया सच्ची में. आपको सब में आएगा, इंस्टाग्राम में आएगा, ये ब्लॉग में सब में आएगा, टेंशन मत लो, सब में आएगा. ये अच्छा से बनाया. ഷമീറിക്ക എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഇത്ര ഭാഗമാക്കുന്ന ഞാൻ വിചാരിച്ചാ. കാരണം മേഘ അടിപൊളി. പിന്നൊന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് മഴ വന്നുപോയി, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടിയില്ല. എൻട്രി കയറുന്ന സമയം നോക്കിട്ട് മഴ വന്നു. ഷമീറിക്ക നിങ്ങളെ കാണാൻ പറ്റിയിട്ട. അപ്പൊ ഷമീറിക്ക കുറച്ച് ബിസി ഉണ്ട് ഗൈസ്, അതുകൊണ്ട് ഷമീറിക്കാനെ കാണാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഷമീറിക്ക ഉണ്ടാവും, എന്തായാലും ബ്ലോഗില് ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ് എന്തായാലും ഉണ്ടാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ഇതാണ് കാഞ്ഞങ്ങാടുള്ള ദുബൈ ടയർസ്. അല്ല ദുബൈ കാഞ്ഞങ്ങാട് അല്ലടാ, കാഞ്ഞങ്ങാട് കറക്റ്റ് ആണ്, മണികൂത്താണ്. അപ്പൊ നിങ്ങൾക്ക് മാഗ്നീറ്റ്, ഞാൻ സത്യം പറഞ്ഞ വണ്ടി ഭ്രാന്തനായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വണ്ടിയെ കുറച്ച് ഡെക്കറേഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അതേപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ വണ്ടി ഭ്രാന്തന്മാരുണ്ടല്ലോ അല്ലെ. ഇവിടെ മെയിൻ ഷാൻ ബ്രോന്റെ ഭയങ്കര വണ്ടി ഭ്രാന്ത്. ഇത് നമ്മളെ കട്ട ദോസ്ത്. അപ്പൊ എല്ലാവരും ദുബൈ ടയർസിലേക്ക് വരാം, നല്ല വണ്ടി ഭ്രാന്തനാക്കിയിട്ട് പോവാം. എല്ലാം മാഗ് ഇതേ ഭയങ്കര ഇപ്പൊ ട്രെൻഡിങ്ങിൽ വന്ന മാഗ് അതല്ല. ഇത് കുറെ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഇത് മാഗാണ്. ഓക്കെ, അത് നല്ല മാഗാണ്. ബോഡി കിറ്റ് മുതല് ആക്സസറീസ് എല്ലാം, സീറ്റ് കവേഴ്സ്, അല്ലെങ്കിൽ ടയർസ്, എക്സോസ്റ്റ് എല്ലാം ഉണ്ടല്ലേ. ഒരു വണ്ടി ഇവിടുന്ന് ഷോറൂമിൽ ഇറങ്ങിയിട്ട് നേരം കൊണ്ട് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുമല്ലോ. പോളിഷിംഗ് പെയിന്റ്. അതായത് മെയിൻ ആയിട്ട് ഓരോ പറയേണ്ട ആവശ്യമില്ല, കാരണം ദുബൈ ടയർസ് ഓൾറെഡി ഫെയിം ആണ് അല്ല. फेम है ना भाई, आपको अच्छा हुआ है, इतना बड़ा कंपनी में काम मिला है ना, बहुत अच्छा. आप आओ ना, इतना अच्छा काम किया. मेरे को हिंदी नहीं आते थोड़ा, मेरा वाइफ अंदर है, मेरा वाइफ का है ना पैर थोड़ा आए हुआ है, ऐसा हुआ है, इसलिए थोड़ा प्रॉब्लम है. और भी हिंदी അല്ല മലയാളം അല്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ദുബൈ ടയർസിൽ വരാതെ. ദുബൈ ടയർസിന്റെ മെയിൻ ലോഗോ ഉണ്ട്, ഇതാണ് ലോഗോ, ഇതാണ്. അപ്പൊ ഷമീറിക്ക് ഇല്ല, ഷമീറിക്ക് ഇല്ലാത്തത് ഭയങ്കര ഒരു ഇത്. ഞാൻ വിചാരിച്ചു ഷമീറിക്ക് ഉണ്ടോ. ഞാൻ ഇന്നെത്തിയടാ ദുബൈന്, ഇന്നൊരു 12 മണിക്ക് എത്തിയത്. ഞാൻ പിന്നെ വേക്ക് രണ്ടാമത് നാളെ ഒരു വർക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഒന്ന് വണ്ടി എടുത്തിട്ട് പോവാൻ, അതിന് വണ്ടി ഇല്ല അതുകൊണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്കും വണ്ടി ഇങ്ങനെ ഡെക്കറേഷൻ ഇങ്ങനെ മോഡിഫൈഡ് ആക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി. ഞാന് വണ്ടി എടുത്ത പാടന്നെ കൊണ്ടുവന്നിട്ട് വെച്ച സ്ഥലമാണ് ദുബൈ ടയർസ്. അപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞെങ്കിൽ. കാരണം എന്താ പറഞ്ഞാൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അങ്ങ് നല്ല ഇഷ്ടപ്പെട്ട്. കാരണം ഷമീറിക്ക നല്ല എന്തെന്ന് പറയാ, ഷമീറിക്കാൻ്റെ വണ്ടി കൊടുത്താൽ മതി.
ബാക്കിയെല്ലാം ഷെമീരിക്ക നോക്കിക്കും. അതേ അവസ്ഥയാണ് എന്റെ. ഞാനിപ്പോ വണ്ടിന്റെ ഇതൊന്നും നോക്കിയിട്ട് ഷെമീരിക്കാണ് എല്ലാം സെറ്റ് ആക്കി തന്നെ. അപ്പൊ ഇൻഷാല്ലാ ദുബൈ ഡേഴ്സിലേക്ക് എല്ലാവരും വരാം. ഓക്കെ. എത്ര പെട്ടെന്ന് ഞാൻ ഇന്നെത്തി എന്റെ ചങ്ങായി നിന്നെ കണ്ട് ഫ്രണ്ട് 1 മണിക്ക് നമ്മളെ കൂടെ ഉള്ളത് അഞ്ചു നമ്മളെ കൂടെ ഉള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മജ്ലിസിന്റെ ഓണർ അൽ ബുന്നിബായും അൽ അഞ്ചുബായും ആണ്. നല്ല ഫുഡാണ്. ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കും. അല്ല എപ്പോഴും കഴിക്കും, ഡെയിലി കഴിക്കും വന്നിട്ട് ഫുഡ് കഴിക്കും. നമ്മൾ പഴയ മൊഗ്രാൽ കസ്റ്റമർ. അത് പഴന്റെ ഇല്ല. ഇപ്പൊ അവിടെ പോയിട്ട് ഫുഡ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആരും ഇതാക്കി എന്താ കുറെ ആൾ ഫുഡ് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അസ്സലാമു മിസ്റ്റർ JR-ലാണ് നമ്മൾ ഉള്ളത്. ഇതാര് റേസിക്ക. എന്ത് കഥ? പിന്നെന്താ റേസിക്ക ഉണ്ട്, ഭാബി ഉണ്ട്, സന ഭാബി നല്ല ഹോസ്പിറ്റലിൽ ഉണ്ടല്ലേ. വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞു. മാഷാഅല്ലാ ക്യൂട്ട് ആയിട്ടാ അല്ല വ്ലോഗ് എടുത്തിട്ട് എങ്ങനെ കച്ചവടം കാര്യങ്ങളെല്ലാം എങ്ങനെ? കച്ചവട കാര്യങ്ങൾ എങ്ങനെ? വാ ഇല്ല വാ. അപ്പൊ ഗൈസ് ഇന്നലെ മഴ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോസ് കാര്യങ്ങളും. നല്ല മഴയാണ് ഇന്നലെ. ഫുള്ള് കാഞ്ഞങ്ങടൊക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ ഇന്നലെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാ നമുക്ക് മെയിനായിട്ട് ഫിറ്റ് ചെയ്തത് JR സ്പോർട്സിന്റെ ഗ്രില്ലാണ്, ടൊയോട്ടയുടെ. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ടൈപ്പിൽ ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് തന്നെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ ഇട്ടില്ല. പക്ഷെ ഷെമീറിക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഇത് ഞങ്ങൾക്ക് ഇട്ട് തന്നത്. പിന്നെ മാഗ്വീലാണ്, മാഗ്വീല് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്കാണ് ഉണ്ടായത്. അതെ മഴ ആയതുകൊണ്ട് വാഷ് ആക്കിയിട്ടൊന്നുമില്ല. ഇതാ ഈ കളറാണ് മാഗ്വി. പിന്നെ ഗ്രില്ല് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടോ? സത്യം പറഞ്ഞാൽ ഫുള്ള് ടയർഡായിട്ടുണ്ടായി. ദുബൈയിൽ നിന്ന് വന്നുകൊണ്ട് ഇപ്പം എണീറ്റതേ ഉള്ളൂ. നമുക്ക് ഇന്നലെ വീഡിയോസ് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ട് ക്ലൈമറ്റും ശരിയില്ല. പിന്നെ മഴയുടെ സൗണ്ട് കാര്യങ്ങളുണ്ട്, എന്തൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ടൊയോട്ടയുടെ. കുറച്ച് ബാക്ക് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടാ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വണ്ടി ഫുള്ള് മോഡിഫൈഡ് ആക്കണമെങ്കിൽ നമുക്ക് ദുബൈ ടയർസിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. സത്യം പറഞ്ഞാൽ അവിടെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യം ഞാൻ വണ്ടി വെച്ചത് അവിടെയാണ്. പിന്നെ രണ്ടാമത് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ തന്നെയാണ്. ഇൻഷാ അല്ലാ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ അതേപോലെ അവരുടെ ID കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വണ്ടി പ്രാന്തന്മാർക്ക് മെയിനായിട്ട് കാണാനുള്ള വീഡിയോ ആണ്. ഓക്കെ.